എം ജി ശ്രീകുമാർ ശ്രീകുമാർ മോഹൻലാലുകാരനാണ് ഇങ്ങനെ ഒരു വലിയൊരു ഒരു ഗായകനായി മാറിയെന്നാണ് ഇപ്പോൾ പൊതുജനം സോഷ്യൽ മീഡിയ എല്ലാവരും പറയണത്. മോഹൻലാലില്ലെങ്കിൽ ഈ ഒരു ഗായകനാവില്ല. മോഹൻലാലും പ്രിയദർശനും കാരനാണ് ഈ അവരെ തണലിൽ നിന്നും അവരെ റെക്കമെൻഡ് ചെയ്തതാണ് ഈ എം ജി ശ്രീകുമാറായി എന്നാണ് പറയണത്. എനിക്ക് ആ പറയണതിൽ യാതൊരു യോജിപ്പുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ജി ശ്രീകുമാറിന് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. എം ജി രാധാകൃഷ്ണൻ പകരം വയ്ക്കാൻ കഴിയാത്തൊരു കലാകാരനാണ്. ഒരു കലാകാരന്മാരുടെ കുടുംബമാണ് എം ജിയുടെ. ആ എം ജി രാധാകൃഷ്ണൻ്റെ പിന്നിലിരുന്ന് എത്ര സംഗീത കച്ചേരി നടത്തിയിട്ടുണ്ടെന്നറിയാം. ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് നമ്മുടെ എം ജി ശ്രീകുമാർ. അദ്ദേഹത്തിന് ഇങ്ങനെ കഴിവില്ലാത്തവനായി ഒരാളുടെ റെക്കമെൻഡ് സിനിമയിൽ പാടി അത് ഹിറ്റായി, പിന്നെ എല്ലാ മോഹൻലാലിൻ്റെ പടത്തിലും പാടി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ അപമാനിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപാട് കഴിവുകളും അതുപോലെ തന്നെ പാട്ടുകളൊക്കെ നല്ല നല്ല പാട്ടുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിമനോഹരമായ പാട്ടുകൾ നമ്മൾ കേട്ട ഇപ്പോൾ തന്നെ തുടരുന്ന തന്നെ പടത്തിൽ തന്നെ നോക്കിക്കോ, നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കുന്ന പാട്ടുകൾ അധികം പാടിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഗായകന്മാരെയൊക്കെ ശബ്ദം വെച്ച് നോക്കുമ്പോൾ എം ജിയുടെ ശബ്ദമൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന ശബ്ദം. ഒരു ഗാനമേളയ്ക്കൊക്കെ എം ജി പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിശയിച്ച് പോകും. ശരിക്കും പറഞ്ഞ ആളൊരു ശുദ്ധഗതിക്കാരനാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കുട്ടികൾ പാടിക്കൊണ്ട് മാത്രമല്ല പ്രോഗ്രാം ഹിറ്റായത്, ഇദ്ദേഹം ജഡ്ജിയായിരുന്നതുകൊണ്ട് കൂടിയാണ്. ഇദ്ദേഹം ഇരിക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ ഒരു ആനച്ചന്തമുണ്ട്. ഇദ്ദേഹം പോയപ്പോൾ ആ പ്രോഗ്രാമിന് കുറച്ച് TRP കുറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും നമുക്കറിയില്ല. എന്നിരുന്നാലും ഒരു കുറവ് തന്നെയാണത്. കുറവുണ്ട്. ഇപ്പം ഇരിക്കുന്നവർ കഴിവില്ലാത്തവരെന്നല്ല ഞാൻ പറയണത്. എം ജിയുടെ പോലൊരു സ്റ്റൈലുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ മോഹൻലാലിന് എം ജിക്ക് പാടാൻ ചാൻസ് കിട്ടി. അത് മോഹൻലാലിൻ്റെ ശബ്ദമായി യോജിച്ചു പോണ് എന്നൊരു അപവാദം വന്നു. മോഹൻലാലിൻ്റെ ശബ്ദം എല്ലാവരുടെ ശബ്ദമായിട്ട് യോജിച്ച് പോണതാണ്. യേശുദാസിൻ്റെ ശബ്ദമായിട്ട് യോജിച്ച് പോണതാണ്. ഇപ്പോഴുള്ള കുറേ കൂതറ ഗായകന്മാർ വന്നിട്ടുണ്ട്, അവരെ ശബ്ദമായിട്ട് യോജിച്ച് പോണതാണ്. അതേപോലെ തന്നെ എം ജിയുടെ ശബ്ദം, എം ജി പാടിയത് ശരിയല്ലെങ്കിൽ പിന്നെ എം ജിക്ക് ഇനി വേറെ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറോ വിളിച്ച് ചാൻസ് കൊടുക്കുമോ? അല്ലെങ്കിൽ രാജേരമല്ലേ വിളിച്ച് ചാൻസ് കൊടുക്കുന്നത്? അത് മോഹൻലാൽ പറഞ്ഞിട്ടാണ്. മോഹൻലാൽ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന അത്രയും കൂട്ടുകാരെ മുഴുവൻ എൻ്റെ ഒപ്പം കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളൊന്നല്ല. ഒരാളോട് റെക്കമെൻഡേഷൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി അദ്ദേഹം. പിന്നെയും പ്രിയദർശൻ ചെയ്തു എന്ന് വരും. പഴയ സുഹൃത്തുക്കളാണ് ഒരു 3 പേരും. പ്രിയദർശൻ ചെയ്തു എന്ന് വരും. അത്രയും പോലും മോഹൻലാൽ ചെയ്യില്ല. മോഹൻലാൽ അങ്ങനെ ഒരാളെടുത്ത് കുനിഞ്ഞ് ഒരാൾക്ക് റെക്കമെൻഡ് മേടിച്ചു കൊടുക്കാനോ ഒരാളുടെ കാര്യം സാധിക്കാൻ വേണ്ടി കൂടെ നിൽക്കാനോ ഒന്നും മൂപ്പര് നിൽക്കില്ല. കഴിവുകളുണ്ടോ കയറി വരാം. അതുകൊണ്ട് എം ജിനെ ആരും നിങ്ങളിങ്ങനെ കുറ്റം പറയരുത്. എം ജിക്ക് കഴിവുണ്ടായിട്ട് കയറി വന്നാണ് ഒരു ശുദ്ധഗതിക്ക്. സിനിമാ ഫീൽഡിൽ നിന്നല്ല, ഒരു ഫീൽഡിലും ഒരാൾക്കും ഒരാളെ വളർത്താൻ കഴിയില്ല. വളർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് കഴിവുണ്ടായിരിക്കണം. കഴിവില്ലാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പോരേണ്ടി വരും. നമ്മൾ പറഞ്ഞു വരുന്നത് എം ജിയുടെ കാര്യമാണ്. എം ജിക്ക് ഒരുപാട് കഴിവുള്ള വ്യക്തിയാണ്. ഇന്നത്തെ ഗായകന്മാരൊക്കെ പുതിയ തലമുറയിലെ ഗായകന്മാർ ഇറങ്ങി വരുന്നുണ്ട്. എന്താ കാര്യം? അവരൊക്കെ ശബ്ദം 10 കാശിന് കൊള്ളോ? അതുപോലെയല്ല എം ജി ശ്രീകുമാർ. ഏറ്റവും മനോഹരമായ പാട്ടുകൾ കിട്ടിയുള്ളൊരു അതുല്യ കലാകാരനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എം ജി ശ്രീകുമാർ. യേശുദാസ് കഴിഞ്ഞാൽ നമ്മൾ ജയചന്ദ്രൻ എന്ന് പറയും. ജയചന്ദ്രൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഉണ്ടെങ്കിൽ അത് എം ജി ശ്രീകുമാർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും മനോഹരമായുള്ള പാട്ടുകൾ പാടാൻ കഴിയുന്നത്. ഇന്നത്തെ സിനിമയിൽ പാട്ടുണ്ടാ, അത് കേട്ടാൽ തന്നെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് പാട്ട് എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു പാട്ട് പോലും ഇന്നത്തെ ഗായകർക്ക് കിട്ടാനില്ല. അപ്പോൾ എം ജി വലിയൊരു വിശ്വത്തിലെ ഏറ്റവും നല്ലൊരു പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അംശമുള്ളവരാണ് പാട്ടുകാരന്മാർ. അവർക്ക് ദൈവം അനുഗ്രഹിച്ച് കൊടുത്തതാണ് ഈ പാട്ട്. അപ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എം ജി ശ്രീകുമാറിന് ദൈവം അനുഗ്രഹിച്ച് കൊടുത്തുള്ള ഒരു പാട്ടാണ്. അത് അദ്ദേഹം ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു ഫാനാണ്.